മംഗളം ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് മേഖലാ വികസന സെമിനാറും പ്രമുഖരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മംഗളം ദിനപത്രം ചീഫ് എഡിറ്റർ സാബു വർഗീസ് അധ്യക്ഷനായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആ ഭൂപതിവ ഭേദഗതി നിയമം കൊണ്ടുവന്നതോടുകൂടി ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ കേരളം ഒട്ടാകെ 1964 ചട്ടപ്രകാരം നൽകിയിട്ടുള്ള പട്ടയങ്ങളിന്മേൽ എടുത്തിട്ടുള്ള കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ സാധിക്കുക. ഇനി ആവശ്യമായതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കണം. അതാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ഈ മാസം മെയ് മാസം ആ ചട്ടങ്ങൾ രൂപീകരിച്ച് ആ ജനങ്ങൾക്ക് സാധൂകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മംഗളത്തിൻ്റെ ഈ വികസന സെമിനാർ എന്നുള്ളത്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നേട്ടമാണ്. ഏതാണ്ട് പതിറ്റാണ്ടുകളോളം കാത്തിരുന്ന ജനതയ്ക്ക് അവൻ്റെ ഭൂമിയിലെ സ്വന്തം നിർമ്മിതികളും അതോടൊപ്പം അവൻ്റെ അവകാശം സംരക്ഷിക്കാൻ ഉതകുന്നൊരു നിയമം അത് പാസാക്കി ചട്ടങ്ങൾ രൂപീകരിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുന്ന മാസം തന്നെ മംഗളത്തിൻ്റെ ഈ വികസന സെമിനാർ ഹൈറേഞ്ചിൽ വെച്ച് മുരിക്കാശ്ശേരി വെച്ച് നടന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുകയാണ്. സെമിനാറിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും മലയോര ടൂറിസം വികസനവും ബിസിനസ് മേഖലയിലെ മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. സാമൂഹിക, സാംസ്കാരിക, കാർഷിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയമായ വ്യക്തികളെ സദസ്സിൽ ആദരിച്ചു. മംഗളം ദിനപത്രം വൈസ് പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം ചെട്ടിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മംഗളം ജനറൽ മാനേജർ സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീറനാക്കുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ ബ്രദർ വി സി രാജു തുടങ്ങിയവർ സംസാരിച്ചു.